വെൽക്കം ടു EVM കോസ്റ്റ്ലൈൻ ഗാരേജസ്. ഇന്നിപ്പോൾ നമ്മുടെ കോസ്റ്റ്ലൈൻ ഗാരേജസിൽ MGയുടെ 100 ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ചേട്ടൻ നമ്മുടെ ഈ ഒരു വെഹിക്കിൾ അൺവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിച്ചു നോക്കുന്നത്. ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു പെട്രോൾ കാറൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. ഞാൻ വിചാരിച്ച ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വണ്ടിയുടെ ഒരു കംഫർട്ട് സാധാരണ കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. പ്രത്യേകിച്ച് ഇതിനകത്ത് 3 മോഡ് ഉണ്ടല്ലോ. അതിനകത്ത് സ്പോർട്ട് മോഡൊക്കെ നല്ല ഇതാണ്. കൊള്ളാം. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ സാധാരണ ഈ പറയുന്ന പോലെ പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആക്സിഡൻറ്റിൽ നിന്ന് കാലൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു ഫീലും എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശരിക്കും ഇവിടെ വന്ന് വണ്ടി കണ്ട് കയറി ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്? എനിക്ക് കളറും ഒക്കെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കൂടുന്നവരും അതിൻ്റെ ടെക്നോളജീസും അതിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഫീച്ചേഴ്സും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനി അത് 100 വർഷം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ബ്രാൻഡ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഏതാ നമുക്കറിയാലോ? അതെ, നമ്മുടെ സ്വന്തം മോറിസ് ഗാരേജസ് അഥവാ MG എന്ന് പറയുന്ന ബ്രാൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ MG ലോഞ്ച് ചെയ്ത കാലം തൊട്ട് പുതിയ ടെക്നോളജീസ്, അതുപോലെ തന്നെ സ്പീഡ് റെക്കോർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ കാറുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് MG എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് MGയുടെ 100 ഇയേഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ ഇറക്കിയിട്ടുള്ള ആനിവേഴ്സറി എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ കാർസിൻ്റെ ലോഞ്ചിങ് സെറിമണിയിലാണ്. ഈ ലോഞ്ചിങ് സെറിമണിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ കാറുകളിൽ വന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. MG ഇന്ത്യയിലേക്ക് വന്നപ്പോഴേ ആദ്യം കൊണ്ടുവന്ന വാഹനമാണല്ലോ നമ്മുടെ MG ഹെക്ടർ. എന്നാൽ ഈ 100 ഇയേഴ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഹെക്ടറിലുള്ള ഈ ഒരു എഡിഷൻ്റെ ചേഞ്ചസ് അതെന്തൊക്കെയാണെന്നല്ലേ നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ടത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷ് റൈസിംഗ് ഗ്രീനോട് ഇൻസ്പയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇത്. എവർഗ്രീൻ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് MG പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റെറി ബ്ലാക്ക് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ആയിട്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇൻസേർട്സ് എല്ലാം നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോക്കി ടൈപ്പിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി ടയറിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അലോയ് വീൽസ് ആണ്. ബ്ലാക്ക് കളർ അലോയ്ക്ക് ഭംഗിയേകുന്നതിന് വേണ്ടിയിട്ടുള്ള റെഡ് കളർ കാലിപ്പേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് എക്സ്റ്റീരിയറിലെ ചേഞ്ച് എങ്കിൽ ഇനി ഇൻറ്റീരിയറിലും കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിലെ മാറ്റങ്ങൾ ഇതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റെറി ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. മിറേഴ്സും നമുക്ക് ആ ഒരു ബ്ലാക്ക് തന്നെ വരുന്നത്. റൂഫ് റെയിലും കണ്ടില്ലേ, അതും നമുക്കൊരു ബ്ലാക്ക് കളർ റൂഫ് റെയിൽസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്ന ഒരു സ്മോക്കി ടൈപ്പ് ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 100 ഇയറിൻ്റെ ബാഡ്ജിങ്ങും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി എക്സ്റ്റീരിയറിൽ വരുന്ന അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്യുവൽ ടോൺ ആണ് നമ്മുടെ ഈ ഒരു കാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റെറി ബ്ലാക്കിലുള്ള മിറേഴ്സ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളറിൽ വളരെ മനോഹരമായൊരു റൂഫ് റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുവാണെന്ന് വിചാരിക്കുക, നമ്മൾ ഏറ്റവും ആദ്യം തന്നെ വരവേൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 100 ഇയറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. മാത്രമല്ല നമ്മുടെ നോർമൽ ഹെക്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്മോക്കി ടൈപ്പായിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്രയും ചേഞ്ചസ് ആണ് വരുന്നത്. ഇനി ഇന്റീരിയേഴ്സിലും വരുന്നുണ്ട് കുറച്ച് മാറ്റങ്ങൾ, അത് നമുക്ക് കാണിച്ചു തരാം. ഇനിയിപ്പം ഇന്റീരിയറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ബ്ലാക്ക് കളർ ഇൻറ്റീരിയേഴ്സ് സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലക്ഷറി ലുക്ക് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾക്ക് വീണ്ടും വരുന്നുണ്ട് ഈ ഒരു 100 ഇയർ സെലിബ്രേഷൻ്റെ 100 ഇയർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമ്മുടെ ഹെഡ്രസിനകത്ത് 2 ഹെഡ്രസിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. ഇത് നോക്കൂ, ഇത് ബ്ലാക്ക് പ്ലസ് ഗ്രീൻ എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു 100 ഇയേഴ്സിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു 100 ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഷാർപ്പ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ ഹെക്ടറിനേക്കാളും ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്താണ് ഈ ഒരു വാഹനത്തിന് മാറ്റം വന്നിട്ടുള്ളത്. ഇതാണ് ഹെക്ടറിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ, ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതേ വ്യത്യാസം നമുക്ക് ZSEVയിലും അതുപോലെ തന്നെ നമ്മുടെ കൊമറ്റിലും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ZSEV എന്ന് കാണാം.
നമ്മൾ ഹെക്ടറിൽ കണ്ട പോലെ തന്നെ ഈ ഒരു മനോഹരമായ എവർഗ്രീൻ പ്ലസ് സ്റ്റെയറി ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള എക്സ്റ്റീരിയർ അത് തന്നെയാണ് കേട്ടോ ഈ ഒരു വാഹനത്തിനെ വേറിട്ട് നിർത്തുന്നത്. ഇനി ബാക്കിയുള്ള നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിററും നോക്കി നോക്കൂ. മിററാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബ്ലാക്ക്, അതായത് സ്റ്റെയറി ബ്ലാക്ക് കളറിലാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് പറയുക മാറ്റ് ഫിനിഷിംഗ് ഉള്ള റൂഫ് റെയിൽസാണ്. ഇനി വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇന്റീരിയർ ആണ്. അതിനു മുമ്പേ എക്സ്റ്റീരിയറിൽ ബാക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നോക്കാം. ബാക്കിലും ഉണ്ട് കേട്ടോ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ഇയേഴ്സിൻ്റെ ബാഡ്ജിങ് നമ്മുടെ റിയർ സൈഡിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പോർഷൻസ് എല്ലാം ഒരു ബ്ലാക്ക് ടച്ച്, അതായത് നമ്മുടെ ഒരു ഈ ഇൻസെർട്സ് എല്ലാം ബ്ലാക്ക് ഇൻസെർട്സ് തന്നെയാണ് വരുന്നത്. ഇതും ഇതിനകത്ത് എടുത്ത് പറയാവുന്ന ഒരു ചേഞ്ച് ആണ്. ഇനി നമ്മുടെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇന്റീരിയറിലെ ചേഞ്ചസ് എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായ ബ്ലാക്ക് പ്ലസ് റെഡ് കോമ്പിനേഷനുള്ള സീറ്റ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് 100 ഇയേഴ്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെക്ടറിൽ കണ്ട അതേപോലെ തന്നെ പുതിയ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബ്ലാക്ക് പ്ലസ് ഗ്രീൻ കോമ്പിനേഷൻ്റെ കൂടെ 100 ഇയർ ബാഡ്ജിങ്ങും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം എന്ന് പറയുന്നത് ഹെക്ടറിലും ZSEV-ലും മാത്രമല്ല കേട്ടോ, കൊമറ്റിലും ആസ്റ്ററിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് EVM കോസ്റ്റ്ലൈൻ ഗാരേജസിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ വിളിക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക.